ശ്രോതാക്കളുടെ കണ്ണുകളിൽ നനവു പടർത്തിയ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് അൽമനാർ. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിലെ ആത്മാവിലലഞ്ഞ മഴമേഘങ്ങൾ എന്ന അധ്യായം ഗ്രന്ഥകർത്താവ് ബാബു അബ്രഹാം തന്നെ സദസ്സിനു മുമ്പിൽ വായിച്ചു തീർത്തു കണ്ണു തുടയ്ക്കുമ്പോൾ സദസ്സിൽ പലരും കുനിഞ്ഞിരുന്നു മുഖമമർത്തിക്കരയുന്നത് കാണാമായിരുന്നു. ഉയർന്നു പറക്കാം, ഉള്ളം നിറയ്ക്കാം എന്ന തലക്കെട്ടിൽ ഈരാറ്റുപേട്ട അൽമനാർ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സംവദിക്കുകയായിരുന്നു എഴുത്തുകാരൻ ബാബു അബ്രഹാം. സ്കൂൾ പ്രിൻസിപ്പൽ റസിയ ചാലക്കൽ, വൈസ് പ്രിൻസിപ്പൽ മിനി അജയ്, ട്രസ്റ്റ് ചെയർമാൻ AMA സമദ്, അവിനാഷ് മൂസ, പ്രൊഫസർ AM റഷീദ്, മുഹ്സിൻ PM എന്നിവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഓർക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമാണ്. നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയതുകൊണ്ട് ഒന്ന് എഫേർട്ട് എടുക്കണം, ഒന്ന് ചിരിച്ചു നോക്കണം. കണ്ണാടി വെച്ചൊന്നും ചിരിക്കുക എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു ചെറിയ സന്തോഷം, ആ ദുഃഖത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ പറ്റുക, അതല്ലേ വലിയ കാര്യം. പക്ഷെ ഇപ്പൊ എൻ്റെ ഇളയ മകള് 9.5 വയസ്സുള്ള ഹൃദയ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനോട് എന്ത് സംഭവിച്ചു? അവൻ പറയാണ്, തോമ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. പിള്ളേര് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പേരൻസിനെ ചീത്ത പറയുന്ന പിള്ളേരൊക്കെ ഇല്ലേ? ഞങ്ങളാരും പറയല്ല അല്ലേ? ഉണ്ടോ? അങ്ങനെയുള്ള പിള്ളേരുണ്ടോ? ചീത്ത പറയുന്ന പിള്ളേരുണ്ടോ? തെറി പറയുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. എൻ്റെ പിള്ളേർക്ക് ചീത്തയൊക്കെ പറയുന്നവരാണോ? നിങ്ങളെന്നാൽ നല്ല പിള്ളേരായിരിക്കും. അപ്പം ഞാൻ എൻ്റെ പിള്ളേരെ വെച്ച് എക്സാമ്പിളൊക്കെ എടുക്കാം. നിങ്ങൾ നല്ലതായതുകൊണ്ട് നിങ്ങളെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാൻ പറ്റില്ല. എൻ്റെ ചെറുപ്പത്തിൽ 2ലോ 3ലോ പഠിക്കുമ്പോൾ ഒരു നബിയുടെ കഥയുണ്ടായിരുന്നു. വെള്ളം തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നബിയുടെ പേരെനിക്ക് അറിയത്തില്ല. ഉമറല്ലേ? ഉമർ ഖലീഫ. അപ്പോൾ ഈ വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുക, വെള്ളത്തിലിട്ട് പിള്ളേർ ഉറങ്ങുന്നത് വരെയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കഥയായിരുന്നു. എൻ്റെ വീട്ടിൽ സ്ഥിരം പരിപാടിയായിരുന്നു. അന്നത്തെ പുരാണം പഴംപുരാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്ന് നമുക്ക് വൈകുന്നേരം കിട്ടുമോ എന്നുള്ളൊരു ആകുലതയാണ് നമ്മളെ വലയ്ക്കുന്നത്, അല്ലേ? ഇപ്പോഴാണ് ഞാൻ അൽഫാം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ പിള്ളേർ സൂയിസൈഡ് വരെ ചെയ്യും, അല്ലേ? ഞാനൊന്ന് ഈ അൽഫാമിനെ ഭക്ഷണമായിട്ട് പോലും കാണുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറും മീൻകറി വേണം. എന്താ വന്നത്? ഞാൻ നിങ്ങളെ മോട്ടിവേഷൻ ഒന്നും തരാനായിട്ടല്ല. കുട്ടി പറഞ്ഞതുപോലെ ഈ മോട്ടിവേഷൻ ഒന്നും അങ്ങനെ തരാൻ പറ്റുന്ന സാധനമല്ല. പ്ലേഗിനെതിരെയുള്ള കുത്തിവയ്പ്പ്, ക്ഷയത്തിനെതിരെയുള്ള കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞതുപോലെ ഡൗൺ ആകാതിരിക്കാനുള്ള മോട്ടിവേഷൻ കുത്തിവയ്പ്പ് അതെനിക്കില്ല. ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്നും എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും എൻ്റെ മക്കൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഞാൻ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നും എൻ്റെ മക്കൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഞാൻ പങ്കുവയ്ക്കും. പള്ളിക്കൂടത്തിലെ അസംബ്ലിക്കെന്ന പോലെ നിരന്നു നിന്ന ഞങ്ങൾ 4 പേർക്ക് മുമ്പിൽ ഒരു മുട്ട് നിലത്ത് കുത്തി അമ്മ എന്തോ പറയാൻ തുടങ്ങി. 2 കൈകൊണ്ടും ഞങ്ങളെ 4 പേരെയും ഒന്ന് വാരിപ്പുണർന്ന് അമ്മ കരഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും വാക്കുകൾക്ക് കുരുക്ക് വീണു. അമ്മ അങ്ങനെ തന്നെ കുറെ നേരം തുടർന്നു. കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് കൈകൾ 2 മുട്ടിലൊരുമി ഇനിയും പറയാതെ വയ്യ എന്ന മട്ടിൽ അമ്മ ഒരു ദീർഘനിശ്വാസം വലിച്ചുവിട്ടു. നമ്മൾ ഇവിടെ നിന്ന് കല്ലാറുകുട്ടി ഡാം വരെ നടക്കും. അവിടെ ചെന്ന് പാലത്തിൽ നിന്ന് അമ്മ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായി ചാടിയാൽ മതി. അമ്മ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ അവരുടെ ഉള്ളിലെ വേദനയുടെ ഒരു ചെറിയ അംശം മാത്രമേ
പേരുള്ളൂ. പൊന്നമ്മച്ചി, എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ പേടിയാണ്. ജെസ്സി അമ്മയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്മ മറുപടി പറഞ്ഞില്ല. ഡാമിലേക്ക് ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പൊന്നമ്മച്ചി. ഞങ്ങൾ ഓരോരുത്തരെയും എടുത്ത് ഡാമിലേക്ക് ഇട്ടിട്ട് പൊന്നമ്മച്ചി ചാടിയാൽ മതി. ഞാനിത് എഴുതിയത് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ. നമ്മളുടെ പേരൻറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചെയ്തിയെ കുറിച്ചല്ല നമ്മളുടെ ആകുലത, നേരെ മറിച്ച് അത് മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെ വീക്ഷിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ന്യായീകരണം എന്താ? അവൾക്കൊരു പാവാട ഇടണം. ഇപ്പം എന്നാ പറയുന്നേ? രണ്ട് അപ്രോച്ചുണ്ട്. എൻ്റെ മകൾ വന്നിച്ച് പറയാം, എനിക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇറക്കം കുറഞ്ഞ് ഇത്രയേ ഉള്ളൂ. പാരീസിൽ ജനിച്ച് വളർന്ന വെച്ചല്ലേ ഉടുപ്പിടണം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, മറ്റുള്ളവർ എന്നെ പറയും ഇത് കണ്ടിട്ട്. മനസ്സിലായോ? ഞാൻ എൻ്റെ മോളോട് പറയും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. പക്ഷെ ഇതിനകത്ത് അപ്പനൊരാണായതുകൊണ്ട് 14 വയസ്സുള്ള നീ അങ്ങനത്തെ ഒരു ഉടുപ്പിട്ട് പോകുമ്പോൾ ഒരാൾ നിന്നെ നോക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അവളോട് പറയും. നിന്റെ ശരീരത്തെ നിനക്കിഷ്ടമില്ലാത്ത രീതിയിൽ, ശരിയല്ലാത്ത രീതിയിൽ ഒരാൾ നോക്കുന്നത് നിനക്കിഷ്ടമുണ്ടോ? ഉണ്ടോ? അങ്ങനെ വേഷം ധരിച്ചാൽ നിനക്ക് നല്ലതാണോ? അത് നീ ഇടുന്നതൊക്കെ നല്ലതാണ്. നിനക്ക് അത് ഇറക്കം കുറഞ്ഞത് ഇടാൻ, കൈയില്ലാത്ത ഇടാൻ എല്ലാം ഓക്കെയാണ് നീ. പക്ഷെ പിള്ളേരോട് തന്നെ പറയുന്നത്, തറവാട്ടിൽ പറഞ്ഞവർ അങ്ങനെ ഇടുപോടി. നമ്മുടെ സമുദായത്തിൽ ആരെയെങ്കിലും നീ അങ്ങനെ കണ്ടിട്ടുണ്ടോടി? ഇല്ലേ? അതല്ല. സമുദായത്തിനൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം വേണമെങ്കിലും ഇടാം. പക്ഷേ നിന്റെ ശരീരത്തെ മറ്റൊരാൾ നോക്കുന്നത്, നോക്കരുതാത്തതുപോലെ ആകുന്നത് നീ അങ്ങനെ ഒരു വേഷം ധരിക്കുമ്പോഴാണെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടോ? നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്പേസ് കൊടുക്കാതെ, അവരുടെ സ്വപ്നം എന്തെന്ന് തിരിച്ചറിയാതെ, അവരുടെ ആഗ്രഹങ്ങൾ എന്തെന്ന് തിരിച്ചറിയാതെ, വൈകുന്നേരങ്ങളിൽ ഇരുന്ന് നിസ്കരിക്കും, പ്രാർത്ഥിക്കും, കുരിശുവരിക്കും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, നാമം ജപിക്കുകയൊക്കെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എത്ര പേരാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വിയിലേക്ക് എടുത്തുകൊണ്ട് പിള്ളേർ പോകുന്നു അല്ലേ? ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിയും. ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലേ? നമുക്ക് പിള്ളേർക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടെത്തണം. അവർ റീല് കണ്ടോ, അല്ലെങ്കിൽ അവർ പുതിയ പേഴ്സണാലിറ്റീസൊക്കെ പുതിയ വീഡിയോ ഗെയിമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കാണട്ടെ അതെങ്ങനെയാണെന്ന്. ഈ അമ്മായി വൈബിലുള്ള ആണെങ്കിലും പോയിരുന്ന് കാണുക. കാരണം എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. സ്വപ്നങ്ങളുള്ളവന് മാത്രമേ, ഉള്ളവൾക്ക് മാത്രമേ എവിടേക്കെങ്കിലും എത്തിച്ചേരാനുള്ള ഊർജം പോലും ഉണ്ടാവുകയുള്ളൂ. അപ്പനും അമ്മയ്ക്കൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ അതവിടെ ഇരിക്കട്ടെ, മാറ്റി വെക്കൂ. നിങ്ങളുടെ സ്വപ്നം എന്താണ്? അതുകൊണ്ട് കൊച്ചെന്താ പറയുന്നത്, ഈ വെക്കുന്നതെല്ലാം ഇമ്പോസിബിൾ ആവും. അപ്പോൾ നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ട് നമുക്കൊക്കെ എന്ത് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്? ഒരു അപ്പോസ്ട്രോഫും ഒരു സ്പേസും കൂടെ ആഡ് ചെയ്താൽ അതെന്തായി തീർന്നു? ഒക്കെ പറഞ്ഞേടാ. I am possible. Impossible you have to transform it into I am possible. നമ്മൾ പോസിബിൾ ആണെന്ന്, എനിക്കത് സാധ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പറയുമോ? നീ സുന്ദരിയാണെന്ന് ആരാ പറയേണ്ടത്? നീ തന്നെ പറയണം അല്ലേ? നമ്മളുടെ വളർച്ചയും നമ്മളുടെ മാനവികതയും, അന്നേരം നമുക്ക് മതം മാത്രമേ ഉള്ളൂ, ഈശ്വരനുമായിട്ട് കണക്ട് ഇല്ല. അതുകൊണ്ട് മലമുകളിലെ ഓലിയിൽ നിന്ന് ഓസ് ഇട്ടിട്ട് താഴെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്ന പോലെ ക്രിയേറ്ററുമായിട്ട് ഒന്ന് കണക്ട് ആയാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ഓസ് വെറുതെ ഗ്യാസ് എയർ മാത്രമേ തോന്നാവും, വെള്ളം കിട്ടുമോ? ഇല്ല. സോ ഐ keep myself connected with my Creator, because within everything becomes possible for me. Thank you very much.